ചോദ്യം ശ്രദ്ധിക്കുക. റൂട്ട് ഓഫ് 0.444 എന്നതിനെ ദശാംശ രൂപത്തിൽ എഴുതും. ഇത് നമുക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. ചിലർക്ക് അതിന് കൺഫ്യൂഷൻ വരും. 0.444 0.44 അല്ലേ, 0.44 എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അതിന് കൺഫ്യൂഷൻ ആവുകയും ഉത്തരം തെറ്റുകയും ചെയ്യും. പകരം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ആവർത്തിച്ചു വരുന്നതിന് 4444 ആവർത്തിച്ചു വരുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? തീർച്ചയായിട്ടും അത് നമുക്ക് എഴുതാൻ 4/9 എന്നുള്ളതാണ് അതിന്റെ ഭിന്നസംഖ്യാ രൂപം. 0.111 എന്നാണെങ്കിൽ അതിന് 1/9 എന്ന് എഴുതും. 0.2222 എന്നാണെങ്കിൽ അതിന് 2/9. ആ രീതിയിലാണ്. 0.777 എന്നാണെങ്കിൽ അത് 7/9. ഈ രീതിയിൽ ഉള്ള ഉദാഹരണം ഉണ്ടെങ്കിൽ നമുക്കത് വളരെ എളുപ്പം ചെയ്യാം. ഇപ്പൊ 0.444 പകരം നമുക്ക് എന്ത് എഴുതാം? 4/9. 4/9. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 0.444 നമുക്ക് എന്ത് എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് 4/9. ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? സ്ക്വയർ റൂട്ട് ഓഫ് 4/സ്ക്വയർ റൂട്ട് ഓഫ് 9 നമ്മൾ പഠിച്ചത്. റൂട്ട് ഓഫ് 4/റൂട്ട് ഓഫ് 9. 4ന്റെ റൂട്ട് 5 വർഗ്ഗമൂലം എത്രയാണ്? അത് 2ആണ്. 2 × 2 ആണ് 4. അപ്പൊ 2 അങ്ങനെ വർഗ്ഗമൂലം 2. 9ന്റെ വർഗ്ഗമൂലം എത്രയാണ്? 3. 3 × 3 ആണ് 9. അപ്പൊ നമുക്ക് ഉത്തരം എന്ത് കിട്ടി? 2/3. അത് ഇവിടെ ഉണ്ടോ? ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഒരു ഓപ്ഷൻ അതിലില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ദശാംശ രൂപത്തിൽ ആക്കണം. 2/3 ദശാംശ രൂപത്തിൽ ആക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 0.666 എന്നുള്ള 0.666 എന്ന് കിട്ടും. 2നെ 3 കൊണ്ട് ഹരിച്ചാൽ അത് ചെയ്യാം. ഇല്ലെങ്കിലോ നമുക്കിതിന് 9ന്റെ ഒരു രീതിയിലേക്ക് ആക്കിയാൽ മതി. 9ന്റെ രീതിയിലേക്ക് എങ്ങനെ ആക്കുക? 2/3 ഉണ്ട്. ഛേദം 9 ആക്കിയാൽ മതി. ഛേദം 9 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ 3 കൊണ്ട് ഗുണിക്കാം. 3 9. അപ്പൊ ഇവിടെ 3 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ എന്ത് ചെയ്യണം? 3 കൊണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2/3 2 × 3 അപ്പൊ എന്ത് കിട്ടി? 2 × 3 എത്ര കിട്ടി? 6. 3 × 3 9. 6/9. 6/9 നമുക്ക് എങ്ങനെ എഴുതാം? 0.666 എന്നുള്ള രീതിയിൽ എഴുതാം. നമുക്ക് അറിയാം. അപ്പൊ ഇതിന് ഉത്തരം എന്താണ്? 0.666 എന്നതിന്റെ ഉത്തരമായിട്ട് വരും. അപ്പൊ ഓപ്ഷൻ എ 0.666